ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള ഒരു നട്ട്സ് പൗഡറും അത് വെച്ചിട്ട് 2 ലഡുവാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാസ്റ്റ് അയൺ കടായിലേക്ക് ഞാനൊരു കപ്പ് കാഷ്യൂനട്ട് എടുക്കുന്നുണ്ട്. ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബോൺ സ്ട്രെങ്തനിങ്ങിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ളൊരു ഹെൽത്തി ഫാറ്റാണ് കാഷ്യൂ. ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തടയാനും കാഷ്യൂ സഹായിക്കും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. കുട്ടികളൊക്കെ കാഷ്യൂ എത്ര വേണമെങ്കിലും കഴിക്കും. പക്ഷേ ഈ കൂട്ടത്തിലുള്ള ബാക്കി നട്ട്സൊന്നും നമ്മൾ നിർബന്ധിക്കാതെ അവർ കഴിക്കില്ല. അതുകൊണ്ട് ഇങ്ങനൊരു നട്ട്സ് പൗഡർ വളരെ ബെനിഫിഷ്യലായിരിക്കും. അടുത്തതായി ഇതിലേക്ക് 2 കപ്പ് മഖാന ചേർക്കാം. ഡയബറ്റീസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ് മഖാന. ലോ ഇൻ കാലറിയും റിച്ച് ഇൻ ഫൈബറും ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ ബെനിഫിഷ്യലാണ് മഖാന. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ബിസ്ക്കറ്റും ചിപ്സും ഒക്കെയാണ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കുറച്ച് ഘീയിൽ ഈ മഖാന ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്തു നോക്കിയാൽ പോപ്കോൺ ഒക്കെ പോലെ നല്ല ക്രഞ്ചി ഓപ്ഷനായിട്ട് അവർക്ക് ഇഷ്ടമുള്ളൊരു ഓൾട്ടർനേറ്റീവായിട്ട് കൊടുത്തേക്കാൻ പറ്റിയ ഒരു കാര്യമല്ലേ. മഖാന ഒന്ന് ചെറിയ കളർ ചേഞ്ച് ആവുന്നവർ റോസ്റ്റ് ചെയ്താൽ മതി. അതിൽ നിന്ന് എടുത്ത് നോക്കിയിട്ട് പൊട്ടിച്ചാൽ അത് ആക്ച്വലി പൊടിയും. അതാണ് മഖാനയുടെ പാകം. അത് പാകമായിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെടുത്താൽ ഇങ്ങനെ പ്രസ്സായിട്ട് ചതഞ്ഞു പോവേ ഉള്ളൂ. അത് പൊട്ടി വരില്ല, ക്രിസ്പി ആയിട്ട് വരില്ല. അതാണ് മഖാനയുടെ പാകം. ആ പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഇതും മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പിസ്ത ആഡ് ചെയ്യാം. ലൈമും ഇല്ല സോൾട്ടും ഇല്ലാത്ത നോർമൽ പ്ലെയിൻ പിസ്തയാണിത്. ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചെറിയ കളർ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ തൊലി ഒന്ന് പൊളിഞ്ഞ് വരുന്ന സമയത്തേക്ക് നമുക്കിത് വാങ്ങി വെക്കാം. നല്ല കാഴ്ചശക്തിക്കും ഷുഗറും കൊളസ്ട്രോളും ഉള്ളവർക്ക് ഡെയിലി ഡയറ്റിൽ ആഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് പിസ്ത. അടുത്തതായി നമുക്ക് 1 കപ്പ് ബദാം എടുക്കാം. റോസ്റ്റ് ചെയ്ത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. എല്ലാവർക്കും അറിയുന്നത് പോലെ ബദാം ഇസ് റിച്ച് ഇൻ വൈറ്റമിൻ ഇ. അതിൽ നിറയെ അയൺ, സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹെയറിൻ്റെയും സ്കിന്നിൻ്റെയും ഹെൽത്തിന് ബദാം ഡെയിലി കഴിക്കുന്നത് വളരെ ഉപകാരമാണ്. സോക്ക് ചെയ്തിട്ടായാലും ഡെയിലി അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയാൽ നന്നായിരിക്കും. അടുത്തതായിട്ട് നമുക്കൊരു 1/2 കപ്പ് വാൾനട്ട്സ് എടുക്കാം. അത് ഒന്ന് പൊട്ടിച്ചിട്ടാണ് ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. അല്ലെങ്കിൽ എല്ലാ ഭാഗവും നന്നായിട്ട് റോസ്റ്റായി വരില്ല. വാൾനട്ട്സ് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഏജിങ് റിലേറ്റഡ് ഇഷ്യൂസിനും ക്യാൻസർ പ്രിവെൻഷനും ഒക്കെ വാൾനട്ട് ഒരു നല്ലൊരു സൊല്യൂഷനാണ്. ഈ കൂട്ടത്തിലൊക്കെ ഏറ്റവും എളുപ്പം സോഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കപ്പലണ്ടി. അത് വളരെ അണ്ടർ റേറ്റഡ് ആണെന്ന് ഞാൻ പറയുള്ളൂ. ഒരുപാട് ഗുണങ്ങളുണ്ട് കപ്പലണ്ടിക്ക്. ഇതിൽ ട്രിപ്റ്റോഫാൻ എന്നൊരു അമിനോ ആസിഡ് ഉള്ളതുകൊണ്ട് മൂഡ് സ്വിങ്സും ഡിപ്രഷനും ഒക്കെ ഉള്ളവർക്ക് ഇടയ്ക്ക് കപ്പലണ്ടിയൊക്കെ കുറിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിസ്തയൊക്കെ പോലെ തന്നെ കപ്പലണ്ടിയുടെയും തൊലി ഒന്ന് ഊരി വരുന്ന സമയത്ത് അത് പാകമായി എന്നറിഞ്ഞാൽ മാറ്റിവെക്കാം. ഇത്രയുമാണ് നമ്മുടെ അടുത്ത് നട്ട്സ്. അതിൽ നിങ്ങളുടെ അവൈലബിലിറ്റി വെച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അടുത്തതായിട്ട് ചിയാ സീഡ്സ് ആണ് എടുക്കുന്നത്. ചിയാ സീഡ്സ് ഒക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവരുടെ ബെസ്റ്റ് കമ്പാനിയൻ എന്ന് വേണമെങ്കിൽ പറയാം. സോക്ക് ചെയ്തിട്ട് ഏതെങ്കിലും കട്ട് ഫ്രൂട്ട്സിൻ്റെ കൂടെയോ സാലഡ്സിലോ ഒക്കെ ആഡ് ചെയ്താൽ വെയിറ്റ് ലോസിനും ബ്ലഡ് ഷുഗർ ലെവൽസ് മാനേജ് ചെയ്യാനും ബോൺ ഹെൽത്ത്, മെറ്റബോളിസം എന്ന് വേണ്ട ഒരു സൂപ്പർ ഫുഡ് തന്നെയാണ് ചിയാ സീഡ്. അടുത്തത് ഫ്ലാക്സ് സീഡ്സ്. PCOSും മെൻസ്ട്രൽ ഇഷ്യൂസും ഉള്ള ലേഡീസ് ഡെഫിനറ്റായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. ഫ്ലാക്സ് സീഡ്സ് പാകമാകുമ്പോൾ അതിന് ചെറിയൊരു ഗ്ലോസി ഫിനിഷ് വന്ന് ചെറുതായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന കണക്ക് പൊട്ടാൻ തുടങ്ങും. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായി സൺഫ്ലവർ സീഡ്സ് ആണ്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ചെറിയൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. ഹോർമോൺ ഇംബാലൻസിനും ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും ഗ്ലോയി സ്കിന്നിനൊക്കെ സൺഫ്ലവർ സീഡ്സ് അടിപൊളിയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പംകിൻ സീഡ്സ് ചേർക്കാം. ഇതും ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്. ആർത്രൈറ്റിസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇതൊക്കെ വരാതിരിക്കാൻ പംകിൻ സീഡ്സ് വളരെ നല്ലതാണ്. ആ ഗ്രീൻ കളർ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ പംകിൻ സീഡ്സ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് എള്ളാണ്. ഇറഗുലർ പീരിയഡ്സിനും ആണുകളിൽ ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റിക്കും ഒക്കെ വളരെ നല്ലൊരു റെമഡിയാണ് എള്ള്. ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാനും സഹായിക്കാറുണ്ട്. എള്ളും റോസ്റ്റ് ചെയ്തിട്ട് ചെറുതായി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. പെട്ടെന്ന് റോസ്റ്റായി കിട്ടും, അതുകൊണ്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനിയാണ് ഇതിലേക്ക് നിങ്ങൾ തംബ്നെയിലിൽ കണ്ട സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. ഇതാണ് ആൽമണ്ട് ഗം, ബദാം ഗം. ഇത് ആൽമണ്ടിൻ്റെ ഒരു റെസിനാണ്. 0 ഓയിൽ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഓയിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്കത് കുഴപ്പമില്ലെങ്കിൽ 1 ടീസ്പൂൺ നെയ്യിൽ ഇത് റോസ്റ്റ് ചെയ്തെടുത്താൽ നമ്മുടെ കായമൊക്കെ പോലെ പൊള്ളി വരും. ഇതിനെ ബദാം പിസിൻ, ഗൂണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട്. നാച്ചുറൽ ബോഡി കൂളൻ്റാണ്. അസിഡിറ്റി, മസിൽ ഡെവലപ്മെൻറ്റ്, ബോൺ ഹെൽത്ത്, സ്കിൻ ഇഷ്യൂസ് ഇതിനൊക്കെ ബദാം പിസിൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലത്ര കോമൺ അല്ലെങ്കിലും നോർത്ത് ഇന്ത്യൻസിനിടയിൽ ഇത് വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതും ചൂടാക്കുമ്പോൾ തന്നെ പൊട്ടി അരങ്ങി വരുന്നത് ഉണ്ടാവും.
ആ ഒരു പാകമാകുമ്പോൾ ചെറിയ കളർ ചേഞ്ചും വരും. എന്നാൽ നമുക്കിത് മാറ്റി വെക്കാം. റോസ്റ്റിംഗ് ഒക്കെ കഴിയും. ഇത്രയുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് പറ്റാവുന്ന അത്രയും നട്ട്സും സീഡ്സും ആഡ് ചെയ്യുക. മിനിമം ഒരു 2 നട്ട്സും 2 സീഡ്സും എങ്കിലും ആഡ് ചെയ്യണം, ഒരു നല്ല ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ. കാരണം എല്ലാത്തിലും ഒരുപാട് കോമൺ കാര്യങ്ങളുണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ. ഇത് ഓയിൽ ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കല്ല് പോലെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പഫിയായി വന്നേനെ. ആദ്യമേ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സൊക്കെ ചൂടാറിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീറ്റ്നർ ഉപയോഗിച്ച് പൾസ് ചെയ്തെടുക്കുക. പതിയെ പതിയെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇതൊക്കെ നട്ട്സാണ്, റോസ്റ്റഡ് ആണ്, ഇതിൽ നിന്നൊക്കെ എണ്ണ ഊർന്നു വരും. അപ്പോൾ ഇത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് പാം ഷുഗറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ജാഗറി പൗഡറോ അല്ല ബ്രൗൺ ഷുഗറോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഇനിയിപ്പോൾ മധുരം ചേർക്കണം എന്നില്ലെങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യവുമില്ല. അടുത്തതായി നമ്മുടെ സീഡ്സ് ഒക്കെ റോസ്റ്റ് ചെയ്തത് ഇതേപോലെ തന്നെ വളരെ കോഴ്സ് പൗഡറായി പൊടിച്ച് വെച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെ പൾസ് ചെയ്തിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൽ നിന്നും എണ്ണ ഊർന്നിറങ്ങി വരും. ഇത് ഞാൻ സെപ്പറേറ്റ് പൊടിച്ചപ്പോൾ ഇതിലേക്കും കുറച്ച് പാം ഷുഗർ ആഡ് ചെയ്തിട്ടാണ് പൊടിച്ച് വെച്ചിട്ടുള്ളത്. ഇതിനും ആവശ്യത്തിന് മധുരമുണ്ട്. ഇനി ആദ്യം പൊടിച്ച നട്ട്സ് പൗഡറിൽ നിന്ന് കുറച്ച് ഞാനെടുത്ത് ഈർപ്പമില്ലാത്തൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പകുതി മാത്രം എടുക്കാൻ കാരണം ബാക്കി ലഡു ചെയ്യാനുള്ളത് കൊണ്ടാണ്. എടുക്കുന്ന പാത്രത്തിനോ സ്പൂണിനോ ഒട്ടും തന്നെ ജലാംശമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ പെട്ടെന്ന് ഫംഗസോ പൂപ്പലോ വരാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ നിറം വെള്ള ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ലഡു ഉണ്ടാക്കണ്ടെങ്കിൽ ഇതെല്ലാം മിക്സ് ചെയ്ത് നട്ട്സ് പൗഡറായി സ്റ്റോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അവർക്ക് ഈ നട്ട്സിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, പക്ഷേ സീഡ്സിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നത് അവർക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് 70-30 എന്നുള്ളൊരു റേഷ്യോയിലാണ് സാധാരണ ഞാൻ നട്ട്സ് പൗഡർ ചെയ്ത് സൂക്ഷിക്കാറ്. മുതിർന്നവർക്കാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും നട്ട്സ് പൗഡറും സീഡ് പൗഡറും മിക്സ് ചെയ്ത് സൂക്ഷിക്കാം. ഇതിനെ ഞങ്ങളുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് മസിൽ പൊടി. ദോശ, ചപ്പാത്തി എന്നിവയുടെ കൂടെ ജാമോ ന്യൂട്ടല്ലോ അതുപോലെ ഹൈ ഷുഗർ കണ്ടൻറ്റുള്ള സാധനങ്ങളായിരുന്നു കുട്ടികൾക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചിരിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത് ഉണ്ടാക്കി തുടങ്ങിയത്. ഇപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു കുപ്പി എനിക്ക് ഓൾമോസ്റ്റ് 1 മന്തിന് മേലെ എത്താറുണ്ട്. 2 കുട്ടികളുണ്ട്. അവർ 2 പേര് യൂസ് ചെയ്താലും അത്ര പെട്ടെന്നൊന്നും ഇത് കഴിയില്ല. ഇത് എനഫ് ക്വാണ്ടിറ്റിയാണ്. ഒരു ഗ്ലാസ് ജാറിലിട്ട് വെച്ചാൽ നന്നായിരിക്കും. ടൈറ്റായിട്ട് സ്റ്റോർ ചെയ്യണം, നനവൊന്നും തട്ടാതെ സൂക്ഷിക്കണം. അങ്ങനെ നമ്മുടെ മസിൽ പൊടി റെഡിയായി. ബയോട്ടിൻ ലഡു അല്ലെങ്കിൽ മസിൽ പൊടി ഉണ്ടക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്കി വന്ന നട്ട് പൗഡറും സീഡ് പൗഡറും എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിക്കുന്നുണ്ട്. ഇതിനിപ്പോൾ തന്നെ ആവശ്യത്തിന് മധുരമുണ്ട്. എന്നാലും ലഡു ആയതുകൊണ്ട് കുറച്ചും കൂടി സ്വീറ്റ് ആക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡർ ആയിട്ടുള്ള ഡേറ്റ്സ് എടുക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മെജൂൾ ഡേറ്റ്സ് ആണ്. അത് വളരെ സോഫ്റ്റാണ്, ജ്യൂസിയാണ്. നമ്മുടെ സ്മൂത്തീസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഡേറ്റ്സ് ആണ് മെജൂൾ ഡേറ്റ്സ്. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ബൈൻഡേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ലഡു ചെയ്യാൻ വേണ്ടിയിട്ട്. കുരുവൊക്കെ കളഞ്ഞെടുത്ത് ഈ ഡേറ്റ്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് നമ്മുടെ മസിൽ പൊടിയും കൂടിയിട്ട് പൾസ് ചെയ്തെടുക്കണം. എല്ലാം ഒരുമിച്ചിട്ട് പൾസ് ചെയ്തെടുത്താൽ പൊടി പ്രോപ്പറായിട്ട് ഡേറ്റ്സിൻ്റെ കൂടെ ബൈൻഡ് ചെയ്യാതായിപ്പോവും. അതുകൊണ്ട് പതിയെ പതിയെ ചെയ്താൽ മതി. 1-2 പ്രാവശ്യമായിട്ട് പൊടി ഇട്ടിട്ട് പൾസ് ചെയ്തെടുത്താൽ നമുക്ക് ഈ ലഡുവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എത്താൻ പറ്റും. പുട്ടിൻ്റെ മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ ഏകദേശം നമ്മൾ കൈ കൊണ്ട് ഉരുട്ടി പിടിച്ചാൽ ആ ഒരു ഫോമിൽ കിട്ടണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ വേറെ നെയ്യോ പാലോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ്സ് ആണ് ഇതിൻ്റെ പ്രോപ്പർ ബൈൻഡറായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇഷ്ടമുള്ള സൈസിൽ വലുതോ ചെറുതോ ആയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് സൂക്ഷിക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും. അതാണ് ആ കുഞ്ഞി കൈ അവിടെ ഉരുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലഡു. ഇനി രണ്ടാമത്തെ ലഡുവിൽ ഞാൻ കുറച്ച് കറുത്ത എള്ള് റോസ്റ്റ് ചെയ്ത് ചേർത്ത് കറുത്ത മുന്തിരിങ്ങയും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അതേപോലെ തന്നെ കുഞ്ഞുരുളകളാക്കി എടുത്തിട്ടുള്ളതാണ് ഈ ലഡു. ഇത് ലേഡി സ്പെഷ്യൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് എക്സ്ട്രാ അയൺ റിച്ച് ആയിട്ടുള്ള ഒരു ലഡുവാണ്. അങ്ങനെ 2 ലഡുവും തയ്യാറായിട്ടുണ്ട്. എനിക്ക് നോർമൽ കുട്ടിയൊക്കെയായിട്ട് ഉണ്ടാക്കി വെച്ച ലഡു ഓൾമോസ്റ്റ് 20 എണ്ണവും ബ്ലാക്ക് ലഡു ഓൾമോസ്റ്റ് 15 എണ്ണവും കിട്ടിയിട്ടുണ്ട്. ഇത് പോരാത്തതിന് നമ്മളൊരു ഫുൾ കണ്ടെയ്നർ നട്ട്സ് പൗഡറും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്ത അളവിൽ നിങ്ങൾക്ക് സഫിഷ്യൻ്റ് ആയിട്ട് ഒരു 2-3 വീക്സിലേക്കുള്ള ലഡു റെഡിയായി കിട്ടും.
ബയോട്ടിൻ ലഡു എന്നോ പ്രോട്ടീൻ ലഡു എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇത് ശരിക്കും ഒരു ഹെൽത്ത് സപ്ലിമെൻ്റ് ആയിട്ട് തന്നെ കണക്ക് കൂട്ടണം. അത്രയും റിച്ച് ആൻഡ് എവ്രിതിങ് ആണ്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ലഡു ചെയ്ത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്തെങ്കിലും കഴിച്ചു നോക്കണം. അപ്പം നിങ്ങൾക്ക് ശരിക്കും ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഡിഫറൻസ് മനസ്സിലാവും. കുട്ടികൾക്കൊക്കെ നല്ല ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവും. നമുക്ക് ലേഡീസിന് ഹെയർ ഫോൾ ഉണ്ടാവില്ല, ടയർഡ്നെസ് കുറയും. ക്രേവിങ്ങിനൊരു സൊല്യൂഷനാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ലഡു. എന്തായാലും ഉണ്ടാക്കി നോക്കി കഴിച്ച് നോക്കി ഫീഡ്ബാക്ക് പറയണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ലൊരു റെസിപ്പിയായി അടുത്ത പ്രാവശ്യം വരാം. താങ്ക് യു.